84 വയസ്സുള്ള വളരെ ദുർബലനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി അന്തരിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ടതെന്നോ രക്തസാക്ഷിയായി മാറിയതെന്നോ പറയാം ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഈ മരണത്തെക്കുറിച്ച്. ഇത്ര ദുർബലനായ ഒരു മനുഷ്യനെ ഭരണകൂടം എന്തിനാണ് ഭയപ്പെടുന്നത്? മാവോയിസ്റ്റ് മുദ്ര ചാർത്തി എൽഗാർ പരിഷത്ത് കേസിൽ ഉൾപ്പെടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പാണ് മരണം. മെയ് 30 മുതൽ ബാന്ദ്ര ഹോളി ഫാമിലി ആശുപത്രിയിലെ കോവിഡ് അനന്തര ചികിത്സയിലായിരുന്നു അദ്ദേഹം. മരണത്തിൽ എല്ലാവരും ഞെട്ടൽ പ്രകടമാക്കുകയാണ്. എല്ലാവർക്കും ഭരണകൂടത്തെ ഭയമുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്നു. ചികിത്സ നൽകാൻ വൈകിയതിൻ്റെ പരിണാമമാകാം ഇതെന്ന് അഭിഭാഷകൻ പോലും അഭിപ്രായപ്പെട്ടു. ഓക്സിജൻ നിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് മാറ്റം സംഭവിച്ചു, വെന്റിലേറ്ററിലേക്ക് മാറ്റി. കേസിൽ അറസ്റ്റിലായ തലോജ ജയിലിൽ കഴിയവെയാണ് സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യനില മോശമായത്. 2018 ജനുവരി 1 പൂനെയിലെ ഭീമ കൊറേഗാവിൽ നടന്ന എൽഗാർ പരിഷത്തിന്റെ സംഗമത്തിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചാണ് സ്റ്റാൻ സ്വാമിയെ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്തത്. പരസഹായമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. കോവിഡിന്റെ 1ാം തരംഗകാലത്ത് റാഞ്ചിയിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ NIA അറസ്റ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ എത്തിച്ചു. കഴിഞ്ഞ പിറന്നാൾ അദ്ദേഹം ആഘോഷിച്ചത് ജയിലിലാണ്. സർക്കാരുകളും വനം മാഫിയയും കൈകോർത്ത് ആദിവാസികൾക്കും ദളിതർക്കുമെതിരെ നടത്തുന്ന ജനാധിപത്യ ധ്വംസത്തിനെതിരെ പടനയിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഈ ഈശോസഭ വൈദികനായ സ്റ്റാൻ സ്വാമി. 5 ദശാബ്ദമായി ഭൂമി അവകാശ വനാവകാശ പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്ന മനുഷ്യസ്നേഹി, സജീവ രക്തസാക്ഷിത്വമാണ് സ്റ്റാൻ സ്വാമിയുടേത്. ഏപ്രിൽ 26 84 വയസ്സ് പിറന്നാൾ കൊണ്ടാടിയത് ജയിലിലായിരുന്നു. 1937 ഏപ്രിൽ 24 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജനിച്ച സ്റ്റാൻ സ്വാമി ആദിവാസികൾക്ക് വനവാസികൾക്ക് വേണ്ടി കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ പ്രകടനം നടത്തി ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ എല്ലാം ശത്രുത സമ്പാദിച്ചു. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീവ്രവാദ ബന്ധമുള്ളതോ വിലപിടിപ്പുള്ളതോ ഒന്നും അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയില്ല. കലാപത്തിന് പ്രേരണ നൽകുന്ന ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. പാർക്കിൻസൺസ് രോഗമുള്ളതിനാൽ കൈവിറയൽ മൂലം ജയിലിൽ ഭക്ഷണം കഴിക്കാൻ സ്ട്രോയോ സിപ്പറോ അനുവദിക്കണമെന്ന് സ്റ്റാൻ സ്വാമി പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും അടിയന്തരമായി പരിഗണിക്കപ്പെടേണ്ട ഒരു മനുഷ്യാവകാശമായി അത് കരുതിയില്ലെന്ന് മാത്രമല്ല, വളരെ വില കൂടിയ വക്കീലന്മാരെ വെച്ച് അർണാബ് ഗോസ്വാമിയെപ്പോലുള്ളവർക്ക് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് നിയമം മാറ്റുന്നതിനും ഇവിടുത്തെ ഭരണകൂടത്തിനും നിയമ സംവിധാനങ്ങൾക്കും സാധിച്ചുവെന്നും നമ്മൾ കണ്ടതാണ്. ഭൂരിപക്ഷ വർഗീയവാദമോ അല്ലെങ്കിൽ വർഗീയ അജണ്ടകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരും ഒരു ഇലക്ഷൻ അജണ്ടയായി മാത്രം കരുതുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. അതിനപ്പുറത്ത് അവർക്ക് പിന്നീട് ഭരണം ആരംഭിക്കുമ്പോൾ എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. തടവുകാർക്കൊപ്പം വളരെ ചെറിയ സെല്ലിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ട ആവശ്യം പോലും അവിടെ ചെയ്തു കൊടുക്കാൻ ഈ പോലീസോ പട്ടാളമോ ഒന്നും തയ്യാറായില്ല. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് എല്ലാ ശിക്ഷണ നടപടികളിലൂടെയും അദ്ദേഹത്തെ അവിടെ ഒതുക്കി. ജയിലിലെ തന്നെ സഹായിച്ചു കുറിച്ച് സ്റ്റാൻ സ്വാമി ഫേസ്ബുക്കിലും പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും നമ്മളെ അറിയിച്ചിരുന്നു. നിരോധിക്കപ്പെട്ട CPI മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സ്റ്റാൻ സ്വാമിക്ക് പുറമെ അറസ്റ്റിലായിട്ടുള്ള 16 പേരിൽ എഴുത്തുകാര്, അക്കാഡമിക് വിദഗ്ധർ, അഭിഭാഷകർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരുമാണ് ഉൾപ്പെട്ടിരുന്നത്. പാർക്കിൻസൺസ് രോഗിയായ ഈ വൃദ്ധ പുരോഹിതനെ ഇത്ര തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ, അതും 84 വയസ്സിൽ അറസ്റ്റ് ചെയ്യാൻ, 83 വയസ്സിൽ അറസ്റ്റ് ചെയ്ത് 84 വയസ്സിൽ അദ്ദേഹത്തെ യാത്രയാക്കുന്നതിൻ്റെ കാരണം എന്താണ്? രാജ്യത്തിനെതിരായി അദ്ദേഹം ചാരപ്പന്യം ചെയ്തോ? അതോ സ്വർണം കടത്തിയോ? അതോ തീവ്രവാദ ക്യാമ്പുകൾ നടത്തിയോ? എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന സംശയം. അദ്ദേഹം തീവ്രവാദ പരിശീലനമൊന്നുമല്ല സ്വീകരിച്ചത്, അദ്ദേഹം ജസ്യൂട്ട് പരിശീലനമാണ് സ്വീകരിച്ചത്. ആ ജസ്യൂട്ട് പരിശീലനം മനുഷ്യനെ മനുഷ്യനായി കരുതി സമഗ്ര പുരോഗതിക്ക് വേണ്ടി അതാത് സംസ്കാരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിർവഹിക്കുന്ന ക്രൈസ്തവമായ മനുഷ്യാവകാശപരമായ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒന്നാണ്. 100% സംശുദ്ധമായ സേവന പാരമ്പര്യമാണ് ഈ കൂട്ടർക്കുള്ളത്. 500 വർഷത്തിലേറെയായി പഴക്കമുള്ള ജസ്യൂട്ട് സഭയിലെ വൈദികനാണ് സ്റ്റാൻ സ്വാമി. തിരുച്ചിറപ്പള്ളിയിലെ പ്രാഥമിക വിദ്യാഭ്യാസം 1957 ഈശോ സഭയുടെ ജംഷഡ്പൂർ പ്രോവിൻസിൽ ചേർന്നു. പിന്നീട് ഫിലിപ്പൈൻസിലെ മനിലയിൽ നിന്ന് സോഷ്യോളജിയിൽ MA ബിരുദം. അതിനുശേഷം ബെൽജിയത്തിലെ ലുവെനിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തി. 75 മുതൽ 15 വർഷത്തോളം ബാംഗ്ലൂർ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനർ, ഡയറക്ടർ അങ്ങനെ സേവനമനുഷ്ഠിച്ചു. 90-ലാണ് അദ്ദേഹം ജാർഖണ്ഡിലേക്ക് എത്തുന്നത്. ജാർഖണ്ഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നീടുള്ള വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, സേവനങ്ങൾക്ക്,
സ്വാർത്ഥത ഏതുമില്ലാത്ത സേവനം അദ്ദേഹം കാഴ്ചവെച്ചു. 6 പതിറ്റാണ്ടിലേറെയായി ആ സഭയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് സഭയ്ക്ക് ഒരിക്കലും തർക്കം തോന്നിയിട്ടില്ല. ലോകത്തെ ബോധിപ്പിക്കാൻ അദ്ദേഹം തെറ്റ് ചെയ്തുവെന്ന് ധരിപ്പിക്കാൻ ഒരു ഏജൻസിക്കും ഒരു അന്വേഷണത്തിനും സാധിക്കുകയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് ഈ അറസ്റ്റ്? അവർക്ക് ആ കുറ്റാരോപിതനായി മാത്രം നിലനിൽക്കുന്ന ഒരാൾ, അവർക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റ് അദ്ദേഹം ചെയ്തു, രാജ്യദ്രോഹം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. എന്താണ്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഭാരത മെത്രാൻ സമിതി, കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള മെത്രാൻ സമിതിയും എല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഭരണകൂടം നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അവർ ഭരണകൂടത്തിനെതിരെ വലിയ അക്രമത്തിനോ ഒരുമിച്ചുള്ള മുന്നേറ്റങ്ങൾക്കോ ഒന്നും ആഹ്വാനം ചെയ്തില്ല. ഭരണകൂടം നീതി നിർവഹിക്കുമെന്നും ഇവിടുത്തെ അന്വേഷണ സംവിധാനം യുക്തിപൂർവ്വം നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്നും വിശ്വസിച്ചത് ഒരു തെറ്റല്ല. ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഒരുപാട് സംഘടിതമായ മുന്നേറ്റങ്ങൾ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി ഉണ്ടായില്ല? ഈ ഭരണകൂടത്തെ, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള മറുപടി. പക്ഷെ തിരികെ കിട്ടിയത് ഒരു വന്യ വൈദികനെ, ഒരു പുരോഹിതനെ, ഒരു വൃദ്ധനെ രക്തസാക്ഷിയാക്കുന്ന നടപടിയാണ്. 2000 ജാർഖണ്ഡ് സംസ്ഥാനം സ്ഥാപിതമായത് മുതൽ, ആ നഗരത്തിൻ്റെ അതിൻ്റെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം മുതൽ ധാതു സ്രോതസ്സിൻ്റെ 40% ആ നാട്ടിലാണ്. 39% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരിടം. ആദിവാസികളുടെ താല്പര്യങ്ങൾ ഇതുവരെ കണക്കിലെടുക്കാത്ത സംസ്ഥാനത്ത് അഴിമതി നിറഞ്ഞ തദ്ദേശ സർക്കാരുകൾക്കെതിരെ, ഭരണകൂടത്തിനെതിരെ അദ്ദേഹം നിലപാടെടുത്തു. BJP 2014 അധികാരത്തിലെത്തിയത് മുതൽ ആദിവാസികളോടുള്ള ചൂഷണവും വ്യവസായവൽക്കരണ താല്പര്യങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചുവെന്ന് നമുക്ക് മനസ്സിലാവും. 2017 റാഞ്ചിയിൽ വെച്ച് നടന്ന നിക്ഷേപ സംഗമത്തിൻ്റെ ഭാഗമായി 3 ലക്ഷം കോടി വരുന്ന 2009ഓളം പദ്ധതികളാണ് കഴിഞ്ഞ വർഷം മാത്രം ഒപ്പിട്ടത്. ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി അവിടുന്ന് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി അവിടെ ജീവിക്കുന്ന മനുഷ്യനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയും അവരെയെല്ലാം പ്രതികളാക്കുകയും അവരെയൊക്കെ ദേശവിരുദ്ധരാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുതരം സംസ്കാരം അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും വളർന്നു വരുന്നു എന്ന ഭീകരമായ ഒരു സത്യം കണ്ടില്ല എന്ന് നടിക്കാൻ ഇനിയും നമുക്കാവില്ല. ഖനികളിൽ സമ്പന്നമായ ഒരിടത്ത് രാജ്യത്തെ 2019 ഖനികളിൽ 2014 നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ അടയ്ക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്. എന്നാൽ സർക്കാരുകൾ അതൊക്കെ നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സ്റ്റാൻസ്വാമി സംസ്ഥാനത്തെ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ആത്മാർത്ഥമായി പ്രവർത്തിച്ചത്. അത്തരം ഇടങ്ങളിൽ സമരം, ജാർഖണ്ഡ് ഓർഗനൈസേഷൻ അഗൻസ്റ്റ് യുറേനിയം റേഡിയേഷൻ എന്ന പേരിൽ ക്യാമ്പയിനുകൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു ജനതയുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം പ്രദേശങ്ങളിൽ, സന്താൾ, കോദർമ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചു. ആദിവാസികളെ സാക്ഷരരാക്കാൻ, വിവേചനശേഷിയുള്ളവരാക്കാൻ, ബുദ്ധിയും ബോധവും ഉള്ളവരാക്കി മനുഷ്യരായി വളർത്താൻ അദ്ദേഹം അധ്വാനിച്ചു. നക്സൽ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ. അതേ കാരണത്താൽ തന്നെ ഗോത്രവർഗ്ഗക്കാരായ ഒരുപാട് യുവാക്കളെ നിയമവിരുദ്ധമായി ജാർഖണ്ഡിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 97% കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന യുവാക്കളുടെ വരുമാനം 5000-ൽ താഴെയാണ് രൂപ. അവർക്ക് വേണ്ടി കേസ് നടത്താൻ അഭിഭാഷകരില്ല. 2014 അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാക്കളുടെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് വന്നത് സ്റ്റാൻസ്വാമി ഭരണകൂടത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റ്, ഭരണകൂടത്തിൻ്റെ ശത്രുപക്ഷത്ത് പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 3000 പേരിൽ 98% ആളുകളും കേസുകൾ കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. യുവാക്കളുടെ ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം കേസ് വാദിച്ചു. പക്ഷേ സ്റ്റാൻസ്വാമിയുടെ വീട്ടിൽ നടന്ന അപ്രതീക്ഷിതമായൊരു റെയ്ഡായിരുന്നു. അദ്ദേഹത്തെ ബോധപൂർവം അത്തരം ഒരു പ്രശ്നത്തിലേക്ക്, ഒരു മാവോയിസ്റ്റ് ബന്ധത്തിലേക്ക് ഇവർ ചേർക്കുകയായിരുന്നു. എവിടെയാണ് നമ്മുടെ ഭരണകൂടം ഇത്തരം ദുർബലരെയും വിസമ്മതങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയും ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ഭയപ്പെട്ടു തുടങ്ങിയത് എപ്പോൾ മുതലാണ്? എന്താണ് ഇവരെ ഭയപ്പെടുത്തുന്നത്? ഇത്ര ദുർബലരായ മനുഷ്യരെ എന്തിനാണ് ഈ ഭരണകൂടം ഭയപ്പെടുന്നത്? വളരെ ചെറുതായി ഗാന്ധിജിയെ ഒന്ന് കൊന്നു എന്ന് പറയുന്ന ആളുകൾ ഭരിക്കുന്ന ഒരിടമായി ഇന്ത്യ മാറുന്നു എന്നത് ചില ഭീകരമായ സൂചനകൾ നമുക്ക് നൽകുന്നു. തീവ്രവാദം നമ്മുടെ നാട്ടിൽ പലയിടത്തും
പടരുന്നു എന്നുള്ളത് പല അന്വേഷണ ഏജൻസികളും പറയുന്നു. സ്റ്റാൻസ്വാമി ചെയ്തത് തീവ്രവാദമായിരുന്നില്ല. അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കെൽപ്പില്ലാത്ത ഭരണകൂടങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സാമൂഹിക പരിഷ്കർത്താക്കളായ ആളുകളെ, വന്യരായ ഇത്തരം മനുഷ്യരെ, വൃദ്ധരെ എന്തിന് ഇത്രയേറെ ഭയപ്പെടുന്നു? ആദിവാസികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു സംഘടിത രൂപമായി പ്രസ്ഥാനമായി 2014 പതൽഗുഡി രൂപം പ്രാപിച്ചു. ഈ പ്രസ്ഥാനം ആദിവാസികൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ഭരണകൂട ഭീകരതയ്ക്കെതിരെയൊക്കെ ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭരണകൂടത്തിൻ്റെ കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. ആദിവാസികളെ ദരിദ്രരാക്കുകയും പട്ടിണി മരണങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന വാർത്ത ലോകം അറിഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. തങ്ങളുടെ ഭൂമിയിലെ ഖനനത്തിന് മേലുള്ള കൈകാര്യ ഉടമസ്ഥത, സ്വയം പര്യാപ്തതയും ആദിവാസികൾക്ക് നൽകുന്ന സുപ്രീം കോടതി വിധി 1997 നടപ്പിലാക്കുന്നതിന് സർക്കാർ അതുവരെ തയ്യാറാകാതിരുന്നതിനെ സ്റ്റാൻസ്വാമി ചോദ്യം ചെയ്തിരുന്നു. 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നടപ്പിൽ വരുത്തുന്നതിൽ അപാകതകളുണ്ടായി. ഇതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇതൊക്കെ യഥാർത്ഥത്തിൽ അദാനി പോലെയുള്ള വൻ ശത്രുക്കളെ അദ്ദേഹം സൃഷ്ടിച്ചോ എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റാൻസ്വാമിയുടെ അന്വേഷണത്തിൽ 2006 2011 ഇടയ്ക്ക് പട്ടയം ലഭിക്കാൻ മാത്രം ഏകദേശം 30 ലക്ഷം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 11 ലക്ഷം അപേക്ഷകർക്ക് പട്ടയം നൽകുകയും 14 ലക്ഷം അപേക്ഷകൾ തള്ളിക്കളയുകയും ചെയ്തു. തീർപ്പാക്കാത്ത ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇപ്പോഴുമുണ്ട്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് ഭേദഗതി ചെയ്ത് സർക്കാർ തീരുമാനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ആദിവാസികളുടെ മരണമണി എന്നാണ് ആ തീരുമാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. പരിസ്ഥിതി, സാമൂഹ്യ ബന്ധങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ തുടങ്ങിയവയെ സംരക്ഷിക്കുന്ന സാമൂഹിക ഫലം നിർണയത്തിൻ്റെ നിർദ്ദേശങ്ങളെ അത് ലംഘിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. മഹാക്രൂരതയാണ് ഗവൺമെൻറ്റുകൾ ആദിവാസികൾക്കെതിരെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു. ആദിവാസികളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും പുതിയ നയമായ ലാൻഡ് ബാങ്കിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. സ്റ്റാൻസ്വാമി വെറും കുറ്റാരോപിതൻ മാത്രമാണെന്നും കുറ്റക്കാരനല്ലെന്നും 2018 ബോംബെ ഹൈക്കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്തിയതിനെ വകവെക്കാതെ സ്റ്റാൻസ്വാമിയെ വീട്ടിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. ഒരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തീർക്കാവുന്ന ചോദ്യം ചെയ്യലുകളെ വളരെ നിർദ്ദയമായി പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും അവസരം കൊടുക്കാതെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി അദ്ദേഹത്തെ ബന്ധിച്ചതിൻ്റെ കാരണം ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് വളരെ വൈകി മരണാനന്തരം ലഭിക്കുന്ന നീതി കൊണ്ട് തിരികെ നൽകാൻ കഴിയുമോ? 84 വയസ്സുള്ള ഒരു വൃദ്ധനെ മഹത്തായ ഒരു ഭരണകൂടം ഭയപ്പെടുന്നത് എന്തിനാണ്? അദ്ദേഹം ചെയ്ത നന്മയുടെ പേരിലാണ്. അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സത്യത്തിൻ്റെ മുഖം മൂടിക്കെട്ടാൻ, കണ്ണുകൾ മൂടിക്കെട്ടാൻ ഈ മരണം കൊണ്ട് കഴിയുമോ? വളരെ ചെറുതായി സ്റ്റാൻസ്വാമിയും കൊല്ലപ്പെട്ടു. ചെറുതായി അവർ സ്റ്റാൻസ്വാമിയെ ഒന്ന് കൊന്നു എന്ന് ചരിത്രം ഈ ഭരണകൂടത്തെക്കുറിച്ച് ലളിതമായി, സൗമ്യമായി അവരുടെ മുഖത്ത് നോക്കി പറയുന്ന നാൾ വരും. അധികാരത്തിൻ്റെ ഭീകരതയും ഭരണകൂട ഭീകരതയും ഒക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാലമാണ്. ഓൺലൈനിൽ പോലും നിയന്ത്രണങ്ങളാണ്. ഡിജിറ്റൽ അടച്ചുപൂട്ടലുകൾ, ഇൻ്റർനെറ്റ് അടച്ചിടൽ ഒരു സാധാരണ പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ അക്കാര്യത്തിൽ വളരെ മുൻപിലാണിപ്പോൾ. എവിടേക്കാണ് നമ്മുടെ ജനാധിപത്യം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റാൻസ്വാമി ജനാധിപത്യത്തിൻ്റെ ഇത്തരം ഏകാധിപത്യ പരിണാമത്തിൻ്റെ ഇരയല്ലേ? എവിടേക്കാണ് നമ്മുടെ രാജ്യം സഞ്ചരിക്കുന്നത്? ഇത്രയും നാളും സ്റ്റാൻസ്വാമിയെക്കുറിച്ചോ മനുഷ്യാവകാശത്തെക്കുറിച്ചോ സംസാരിക്കാത്തവരൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന തരത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന മനുഷ്യരൊക്കെ എവിടെയായിരുന്നു? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ശബ്ദിക്കുന്നത്? എന്തുകൊണ്ട് സഭയ്ക്ക് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കാൻ കഴിയുമായിരുന്നത്? ഒരിക്കലും ഒരു അക്രമത്തിൻ്റെ പാതയിലേക്ക് സഭ ഒരിക്കലും എന്ത് കാരണത്തിൻ്റെ പേരിലും പോയിട്ടില്ല. സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഭാവമാണ് എപ്പോഴും സ്വീകരിച്ചിരുന്നത്. മനുഷ്യർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന നന്മ നിറഞ്ഞ ഉദ്ദേശമാണ് ഈ 84-കാരൻ ഇതുവരെ ചെയ്തിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ ഇവിടെ ഒന്നും പുതുതായി ഒരു പ്രകടനമോ ഒരു രാജ്യദ്രോഹ പ്രവർത്തനമോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സംഭവിക്കുകയുമില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുന്നവരാണ്. ദളിതനെയും ദരിദ്രനെയും അടിച്ചമർത്തപ്പെടുന്നവനെയും ആദിവാസിയെയും ഒക്കെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മിഷണറിമാരിൽ
കൊല്ലപ്പെട്ടവരുടെയും ഒക്കെ പ്രതീകമാണ് സ്റ്റാൻ സ്വാമി. അതുകൊണ്ട് സ്റ്റാൻ സ്വാമിയുടെ മരണം, ഈ രക്തസാക്ഷിത്വം നമ്മൾ വളരെ വേദനയോടുകൂടി അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത്തരം ദശാസന്ധികളിൽ, ഇത്തരം നിർണായകമായ നിമിഷങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾ, നന്മ നിറഞ്ഞ മനുഷ്യരുടെ വാക്കുകൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരേണ്ടത് വലിയ ആവശ്യമാണ്. അത്തരം ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ വാക്കുകൾ ഇവിടെ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ മനുഷ്യരൊന്നായി ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒന്നായി ബുദ്ധിയും ബോധവുമുള്ള, ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യർ, വ്യക്തികൾ, പൗരന്മാരുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്റ്റാൻ സ്വാമിയുടെ മരണം ഇത്തരം ഒരു ലക്ഷ്യം നമ്മുടെ മുൻപിൽ കൊണ്ടുവെക്കുന്നു. സ്റ്റാൻ സ്വാമി ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പരിണാമങ്ങൾക്ക് എതിരെ തലയുയർത്തി നിൽക്കാൻ, ജനാധിപത്യത്തിന് വേണ്ടി സ്വരമുയർത്താൻ, മനുഷ്യ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള വലിയ ആഹ്വാനത്തിൻ്റെ ആൾ രൂപമാണ് സ്റ്റാൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുൻപിൽ പ്രാർത്ഥനാപൂർവം നിലകൊള്ളുന്നു. മനുഷ്യവിമോചനത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, മതേതര സ്വഭാവത്തിന് വേണ്ടിയും വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും.